Good morning all. Welcome to our heat and mass transfer subject module 6, that is mass transfer. This is our video lecture 7. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ മാസ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ മാസ് ട്രാൻസ്ഫർ നമ്മൾ പറഞ്ഞു, ഫേസ് ചേഞ്ച് മാസ് ട്രാൻസ്ഫറിൻ്റെ ഒരു എക്സാമ്പിൾ പഠിച്ചു, ദാറ്റ് ഈസ് ഐസോതെർമൽ ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ വേപ്പർ ടു ദ എയർ. ദെൻ ഇൻ ദ ലാസ്റ്റ് വീഡിയോ ലെക്ചർ വി ഡിസ്കസ്ഡ് അബൌട്ട് മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് അബൌട്ട് കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫർ ആൻഡ് കോറിലേഷൻസ് ഓൺ കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫർ. നമ്മൾ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻസും പഠിച്ചിട്ടുണ്ടായിരുന്നു, കുറേ കോറിലേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് കോറിലേഷൻസ് ഓഫ് നസൽട്ട് നമ്പർ, റെനോൾഡ്സ് നമ്പർ, പ്രാൻഡൽസ് നമ്പർ. ഹിയർ ഹീറ്റ് ട്രാൻസ്ഫറിനല്ല മാസ് ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള കോറിലേഷൻസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു ദ എക്സ്പ്ലനേഷൻ ഓഫ് വാട്ട് യു മീൻ ബൈ കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫർ. That is, convective mass transfer is the mass transfer by convection takes place in case where the bulk velocity is appreciable or when both the species in a binary mixture are moving with a significant velocity. ഒരു ബൈനറി മിക്സ്ചർ, ദാറ്റ് ഈസ് സ്പീഷീസ് എയും സ്പീഷീസ് ബിയും ഉള്ളൊരു ബൈനറി മിക്സ്ചറിൽ രണ്ടും ഒരു സിഗ്നിഫിക്കൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ വൺ പ്ലേസിൽ നിന്നും അനദർ പ്ലേസിലോട്ടുള്ള അതിൻ്റെ മാസിൻ്റെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മളൊരു ഫ്ലൂയിഡ് എടുക്കുക, ആ ഫ്ലൂയിഡിൽ വേറൊരു ഇമ്മിസിബിൾ ഫ്ലൂയിഡ് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് ഫ്ലൂയിഡും പാരലായിട്ട് മൂവ് ചെയ്യുകയാണ്. ദെൻ ഓൾസോ ദർ വിൽ ബി എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം ദ കോർഡിനേറ്റ് ടു ദ നെക്സ്റ്റ് കോർഡിനേറ്റ്, ദാറ്റ് ഈസ് കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫർ. ഇനി ഈ ഒരു കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫറിനെ നമുക്ക് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ടായിട്ട് പറയാം, ഫ്രീ കൺവെക്ഷൻ മാസ് ട്രാൻസ്ഫർ ആൻഡ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ മാസ് ട്രാൻസ്ഫർ. ഇനി എങ്ങനെയാണ് ഫ്രീ കൺവെക്ഷൻ മാസ് ട്രാൻസ്ഫർ നടക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ബോയൻസി ഫോഴ്സ് കോസിങ് സർക്കുലേഷൻ ആൻഡ് ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി. ദാറ്റ് ഈസ് ഫ്രീ കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ സ്മോക്ക്, ഓക്കെ, സ്മോക്ക് ഡിഫ്യൂഷൻ വഴിയാവാം, ഓൾസോ കൺവെക്ഷൻ വഴിയാവാം. സ്മോക്ക് എന്ത് ചെയ്യാണ്, എയറിലോട്ട് റിജക്റ്റ് ആവുകയാണ് ബൈ മീൻസ് ഓഫ് എ ചിമ്മിനി. ദാറ്റ് ഈസ് ഒരു ഡെൻസിറ്റിയുടെ ഡിഫറൻസ് കാരണം ഡ്യൂ ടു ദ ബോയൻസി ഫോഴ്സ് ഇറ്റ് ഈസ് ഗോയിങ് അപ്വേർഡ്സ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ദി അറ്റ്മോസ്ഫിയർ. അതാണ് ഫ്രീ കൺവെക്ഷൻ. ഇനി ഫോഴ്സ് കൺവെക്ഷൻ ആണെങ്കിലോ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, അവിടെ ഒരു വെലോസിറ്റി ഇൻഡ്യൂസ് ചെയ്യുകയാണ്, ആ വെലോസിറ്റി കാരണം അവിടെ ഒരു മാസ് ട്രാൻസ്ഫർ നടക്കുകയാണ്, ദാറ്റ് ഈസ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ മാസ് ട്രാൻസ്ഫർ. ജസ്റ്റ് കൺസിഡർ ഒരു ഫ്ലൂയിഡ് എടുക്കുക, ഒരു ബീക്കറിൽ ഒരു ഫ്ലൂയിഡ് എടുക്കുക. ദെൻ ഈ ബീക്കറിലുള്ള കുറച്ച് ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് വാട്ടർ, ഇത് ഇവാപ്പറേഷൻ വഴി മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, കൺസിഡർ ദാറ്റ് ഈസ് ഇവാപ്പറേഷൻ വഴി മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ ഫ്രീ കൺവെക്ഷൻ എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് നമ്മളൊരു എക്സ്ട്രാ ഒരു എനർജി അവിടെ കൊടുക്കുന്നില്ല, ഒരു ഡെൻസിറ്റി ഡിഫറൻസ് കാരണം അവിടെ ഒരു ബോയൻസി എഫക്റ്റ് ഉണ്ടാവും, ദെൻ ഇറ്റ് ഈസ് മൂവിങ് അപ്വേർഡ്സ്, ദാറ്റ് ഈസ് ഫ്രീ കൺവെക്ഷൻ. ദെൻ ഇതേ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സീ എടുക്കുക, ആ സീയുടെ ടോപ്പ് പോർഷനിലുള്ള വാട്ടർ ഈസ് ഇവാപ്പറേറ്റിംഗ് ടു ദ അറ്റ്മോസ്ഫിയർ. ദെൻ അത് എങ്ങനെയാണ് ഇവാപ്പറേറ്റ് ചെയ്തത്, എങ്ങനെയാണത് മൂവ് ചെയ്യുന്നത്, ബൈ മീൻസ് ഓഫ് വിൻഡ്. ഒരു ബ്രീസോ വിൻഡോ അടിച്ചിട്ടാണ് അത് ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നതെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ആസ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ മാസ് ട്രാൻസ്ഫർ. ഇനി ഫോഴ്സ്ഡ് മാസ് ട്രാൻസ്ഫറിൽ നമുക്ക് വീണ്ടും രണ്ട് ടൈപ്സ് ഉണ്ടാവും, ദാറ്റ് ഈസ് ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബൈ മീൻസ് ഓഫ് ട്രാൻസ്ഫർ ബൈ മീൻസ് ഓഫ് മോളിക്കുലർ ആയിട്ടാണ് മാസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ലാമിനാർ ഫ്ലോ മാസ് ട്രാൻസ്ഫർ. ദെൻ ടർബുലൻ്റ് ആണെങ്കിൽ ബൈ മീൻസ് ഓഫ് എഡീസ് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ടർബുലൻറ്റ് ഫ്ലോ. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ നമ്മൾ കുറച്ച് ഫിനോഫ്തലീൻ ഒഴിച്ചു കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് പിങ്ക് കളർ ഫിനോഫ്തലീൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ദെൻ ആ ഒരു ഫ്ലോ ലാമിനാറാന്ന് എങ്ങനെ പറയാൻ വേണ്ടത്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സ്പ്രെഡിങ് ഇൻ എ വെരി ലോ മാനർ. ഒരു വളരെ സ്പീഡ് കുറഞ്ഞായിരിക്കും അത് സ്പ്രെഡ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ക്യാൻ ബി ലാമിനാർ. ദെൻ അവിടെ മോളിക്യൂൾസ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്, ദെൻ ഇറ്റ് വിൽ ബി കൺവെക്ഷൻ മാസ് ട്രാൻസ്ഫർ ഇൻ എ ലാമിനാർ ഫ്ലോ. ദെൻ അതേസമയം ഹൈ വെലോസിറ്റിയിലാണ് അത് മിക്സ് ചെയ്യുന്നത്, ദർ വിൽ ബി ഫോമിങ് എഡീസ്, കുറച്ച് എഡീസ് ഫോം ചെയ്യും. വി ക്യാൻ നോ ഹൗ വിൽ ബി എഡീസ് വിൽ ബി, ഇതൊരു ബീക്കർ ആണെങ്കിൽ എഡീസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ എല്ലാം മിക്സപ്പ് ആവുകയാണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ടർബുലൻറ്റ് ഫ്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ക്യാൻ കൺസിഡർ ജസ്റ്റ് കൺസിഡർ ദാറ്റ് കൺവെക്ഷൻ ഇക്വേഷൻ, ദാറ്റ് നമ്മൾ ഓൾറെഡി കൺവെക്ഷൻ
coefficient പറഞ്ഞായിരുന്നു അവിടെ MA is equal to HMCA into delta CA. Similar that of convection heat transfer, then അവിടെ MA by A is equal to HMC into delta CA. Here we can show the relation for convective mass transfer. Relation for convective mass transfer ആണ് MA by A. We can term it as NA is equal to MA by A is equal to HMC into delta CA. Delta CA is a change in concentration. ദെൻ ഇപ്പോൾ നമ്മൾ കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫർ പഠിച്ചു. ദെൻ നമുക്ക് അതിൻ്റെ കൊറിലേഷൻസിലോട്ട് പോകാം. ആ കോറിലേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺവെക്ഷനിൽ എങ്ങനെയാണ് ചെയ്തത്? കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൽ നസൽറ്റ് നമ്പർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് റെനോൾഡ്സ് നമ്പർ ആൻഡ് പ്രാൻഡൽസ് നമ്പർ ഫോർ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ റിലേഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഡയമെൻഷൻലെസ് നമ്പേഴ്സ് വേണം. അപ്പം ആദ്യം നമുക്ക് കുറച്ച് കൊറിലേഷൻസിൽ കുറച്ച് equations consider ചെയ്യാം. First one is momentum equation. We know that what is momentum equation? U into dou U by dou X plus V into dou U by dou Y equal to kinematic viscosity into dou square U by dou Y square. The next governing equation is, there is energy equation. U into energy equation number temperature ആണ് അവിടുത്തെ changing term. That is U into dou T by dou X plus V into dou T by dou Y equal to alpha into dou square T by dou Y square. Alpha is thermal diffusivity. Then concentration equation ആണെങ്കിലോ it will be U into dou C by dou X. That is C is the concentration that is changing plus V into dou C by dou Y plus D into equal to D into dou square C by dou Y square. D is the diffusivity coefficient. Okay, അപ്പോൾ നമുക്ക് correlations പറയാൻ വേണ്ടി first correlation is Prandtls number. Prandtls number നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി ടു തെർമൽ ഡിഫ്യൂസിവിറ്റി. ഓക്കെ, അപ്പം ഈ ഒരു Prandtls number എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ടെമ്പറേച്ചർ പ്രൊഫൈൽ. വെലോസിറ്റി പ്രൊഫൈലും ടെമ്പറേച്ചർ പ്രൊഫൈലും തമ്മിലുള്ള ലിങ്ക് കാണിക്കുന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പറാണ് Prandtls number. ദാറ്റ് ഈസ് Prandtls number എപ്പോഴാണ് 1 ആവുന്നത്? Prandtls number equal to 1 when the thermal boundary layer and the velocity boundary layer equal. Okay, then Schmidt number we can denote by Hc. Hc, it is a relation of kinematic viscosity and D is the diffusivity coefficient. That is, the Schmidt number is used to show the link between the concentration profile and the velocity profile. Okay, concentration profile ഉം velocity profile ഉം തമ്മിലുള്ള ലിങ്ക് കാണിക്കാനാണ് നമ്മൾ Schmidt number യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു നമ്പർ Schmidt number 1 ആകുമ്പോൾ both the profile will be identical. concentration profile ഉം velocity profile ഉം identical ആവും. Then when the Schmidt number is 1. Okay, then Schmidt number is equal to kinematic viscosity by diffusivity coefficient. Then it is Lewis number. Lewis number is a relation between thermal diffusivity and the diffusivity coefficient. That is, it is a temperature and concentration profile ന്റെ relation ആണ് Lewis number കാണിക്കുന്നത്. At Lewis number is equal to 1, temperature profile and concentration profile are same. Then Sherwood number. Then Sherwood number, it is same as the of Nusselt number in our convection heat transfer. Sherwood number, it is a function of Reynolds number and the Schmidt number. Okay, it is a function of Reynolds number and the Schmidt number that we can be denoted by HMC into X by D. Okay, X is the point. ആ ഒരു പ്ലേറ്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആവും X. ഓക്കെ, അപ്പോൾ Schmidt number നമ്മൾ പറഞ്ഞു. അപ്പോൾ Schmidt number, then Sherwood number, Lewis number, 3 numbers നമ്മൾ പറഞ്ഞു. ഇനി Sherwood number, it is a function of Reynolds number and the Schmidt number. അപ്പോൾ നമുക്കൊരു ലാമിനാർ ഫ്ലോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, considering the laminar flow, Sherwood number at any point X, at local point X is HM X by D is equal to 0.332 Reynolds number at the point X raised to 0.8 and Schmidt number raised to 0.33. Then other laminar flow, turbulent flow ആവുമ്പോൾ ആ നമ്പർ മാത്രം ഡിഫറെൻറ്റ് വരും, കോഎഫിഷ്യൻറ്റ് മാത്രം ഡിഫറൻസ് വരും. ദറ്റ് ഇസ് 0.0288. then the remaining are same. ഇനി ഇത് ലാമിനാറും ടർബുലൻറ്റും ആവറേജ് വാല്യൂസ് ആണിത്, സോറി ഇത് ലോക്കൽ വാല്യൂസ് ആണ്. ലോക്കൽ ഷെർവുഡ് നമ്പർ ആണ് ഇത് തന്നിരിക്കുന്നത്. ദെൻ ഇറ്റ് വിൽ ബി ആവറേജ് ആവുമ്പോൾ 0.332 ഡബിൾ ആയിരിക്കും, 0.662 ആയിരിക്കും. അതർ നമ്പേഴ്സ് ആർ സെയിം ഫോർ ലാമിന. ദെൻ ഹിയർ ടർബുലൻറ്റ് ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്നത് ഫോർ ലോക്കൽ വാല്യൂസ്. ഓക്കെ, this is for average one, this is for local values. ഇനി
ക്രിട്ടിക്കൽ റെനോൾഡ്സ് നമ്പർ കൺസിഡർ ചെയ്യുക ഫോർ എ ഫ്ലാറ്റ് പ്ലേറ്റ്. ഇവിടെ നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സോ ഫ്ലാറ്റ് പ്ലേറ്റിൽ ക്രിട്ടിക്കൽ റെനോൾഡ്സ് നമ്പർ ഈസ് 5 × 10⁵. ദാറ്റ് ഈസ് ഷെർവുഡ് നമ്പർ ഈസ് ഈക്വൽ ടു 0.037 റെനോൾഡ്സ് നമ്പർ അറ്റ് L raised to 0.8 minus 870 into ഷെർവുഡ് നമ്പർ raised to 0.33. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ റെനോൾഡ്സ് നമ്പറിലുള്ള ഷെർവുഡ് നമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ഹിയർ ഫോർ എ ട്യൂബ്, നമ്മൾ പ്ലേറ്റിനെയാണ് പറഞ്ഞത്. ഫോർ എ ട്യൂബ് ഒരിക്കലും അവിടെ ഫ്രീ കൺവെക്ഷൻ നടക്കില്ല. ട്യൂബിൽ ഒരു ഫോഴ്സ് കൺവെക്ഷൻ മാത്രമേ നടക്കുകയുള്ളൂ, ഫോഴ്സ്ഡ് മാസ് കൺവെക്ഷൻ. ആ ഒരു ട്യൂബിലാണെങ്കിൽ ദിസ് ഈസ് എ റിലേഷൻ, ദറ്റ് ഈസ് ഷെർവുഡ് നമ്പർ ഈക്വൽ ടു 0.023, റെനോൾഡ്സ് നമ്പർ raised to 0.8, ഷെർവുഡ് നമ്പർ raised to 0.44. Then the Reynolds number value should be for this relation, the Reynolds number value must be in between 2000 and 35 × 10⁵, and the Schmidt number value should be between 0.6 and 2.5. okay, then ഇത് ഒരു ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെയും ട്യൂബിൻ്റെയും റിലേഷൻസ് ആണ്. ദീസ് ഓൾ നമ്പേഴ്സ് ആർ അവൈലബിൾ ഇൻ അവർ ഡേറ്റ ബുക്ക്, ഹിറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഡേറ്റ ബുക്ക്. ദെൻ വി ക്യാൻ ഡു ദ പ്രോബ്ലം ഫ്രം ദാറ്റ്. അപ്പോൾ നമ്മുടെ മാസ് ട്രാൻസ്ഫറിലുള്ള എല്ലാ ടോപ്പിക്സും കഴിഞ്ഞു. ദെൻ വി ഹാവ് ടു ഡു ദ പ്രോബ്ലംസ്. ഫ്രം നെക്സ്റ്റ് ക്ലാസ് ഇറ്റ്സെൽഫ് വി ക്യാൻ വർക്ക് ഔട്ട് ദി പ്രോബ്ലംസ്. താങ്ക് യു.